കോട്ടയം ഏറ്റുമാനൂരിൽ പുതുതായി ആരംഭിച്ച ബിയർ ആൻഡ് വൈൻ പാർലറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നഗരത്തിൽ പ്രവർത്തിക്കുന്ന നാഷണൽ പാർക്കിനെതിരെയാണ് KCBC മദ്യവിരുദ്ധ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വന്നത്. ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഉടമകൾ ലൈസൻസ് വാങ്ങിയതെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഏറ്റുമാനൂർ വൈക്കം റോഡിൽ പ്രവർത്തിക്കുന്ന നാഷണൽ പാർക്കിൽ ബിയർ ആൻഡ് വൈൻ പാർലർ ആരംഭിച്ചത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഹോട്ടലിനോട് ചേർന്നുണ്ട്. സ്കൂളുകളിൽ നിന്നുള്ള ദൂരപരിധി പാലിക്കാൻ ഹോട്ടലിലേക്ക് കയറുന്ന റോഡ് വളച്ചാണ് പണിതിരിക്കുന്നത്. നിരവധി തവണ പുതിയ ബിയർ ആൻഡ് വൈൻ പാർലറിനായി അപേക്ഷ നൽകിയിരുന്നെങ്കിലും തള്ളിയിരുന്നു. ഹൈക്കോടതി ഉത്തരവോടെയാണ് ഇപ്പോൾ ബിയർ ആൻഡ് വൈൻ പാർലർ ആരംഭിച്ചിരിക്കുന്നത്. രേഖകളിൽ കൃത്രിമത്വം വരുത്തി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. പരമോന്നത നീതിപീഠത്തെ പോലും തെറ്റിദ്ധരിപ്പിച്ച് വിധി സമ്പാദിക്കാൻ കഴിയുകയും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്ക് നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ എക്സൈസ് വകുപ്പ് മന്ത്രി, എക്സൈസ് കമ്മീഷണർ കോഴ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം ഹോട്ടലിന് എല്ലാ അനുമതിയും ലഭിച്ചിട്ടുണ്ടെന്ന് ഉടമകൾ പറയുന്നു. പ്രതിഷേധത്തിനിടെ ഹോട്ടലിലേക്ക് വാഹനം ഓടിച്ചു കയറ്റാൻ മാനേജർ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. റിപ്പോർട്ടർ, കോട്ടയം.